ശിഖ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ജോയിൻ ചെയ്യില്ല എന്നൊന്നും. ഇല്ല മാം, ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ശിഖ ജോയിൻ ചെയ്യുമായിരിക്കും. നമുക്ക് പിന്നെ റെക്കോർഡിങ്സ് അയച്ചു കൊടുക്കാം, പ്രശ്നമില്ല. അതിനോട് ഷെയർ ചെയ്തേടെ സ്ക്രീന്. റിൻറ്റുവിന് ഇന്നലത്തെ സെഷൻ കിട്ടിയില്ലായിരുന്നോ? ഞാൻ ചെയ്തായിരുന്നു മാം. ചെയ്തായിരുന്നു, ഡൗട്ട്സ് ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഷെയർ എന്നാ റിൻറ്റു സ്ക്രീൻ ഷെയർ ചെയ്യാമോ എന്നാല്? ഒരു മിനിറ്റ് മാം, കാണാമോ? കാണാം. ഓക്കെ, ക്ലോസ് ബ്രൗസർ എറർ ഉണ്ടല്ലോ എന്തോ. അത് ഞാൻ ഇവിടെ ഒരു ബ്രൗസറിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോ എറർ അടിച്ച. ഓക്കെ റൺ ചെയ്തപ്പോ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയായിരുന്നല്ലോ അല്ലേ? ഓക്കെ. മാം, ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഇവിടെ നമ്മൾ ബ്രൗസർ ഈക്വൽ ടു വെബ് ഡ്രൈവർ ക്രോം എന്ന് കൊടുത്തിട്ട് ക്രോമിനെ ഇൻസ്റ്റലേറ്റ് ചെയ്താന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരമാണോ നമ്മൾ ഈ കൊടുത്തേക്കണേ? അല്ല, അതിന് പകരമല്ല. ഇനീഷ്യലൈസ് ചെയ്തത് എന്താ, നമ്മൾ വെറുതെ ഒരു ക്രോമിന്റെ ബ്രൗസർ ഓപ്പൺ ആക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ അത് കൊടുത്തിട്ടില്ലല്ലോ, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല കൊടുത്തേക്കണേ. അങ്ങനെ കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. അത് കൊടുത്തു നോക്കി. ഇപ്പൊ വർക്ക് ചെയ്യാൻ കാരണം എന്താ, മുകളിൽ സെൽഫ് ഡോട്ട് ബ്രൗസർ ഈക്വൽസ് വെബ് ഡ്രൈവർ ഡോട്ട് ക്രോം എവിടെയാ കൊടുത്തിരിക്കുന്നേ? കൺസ്ട്രക്ടറിൽ കണ്ടോ? അതുകൊണ്ട് വർക്ക് ചെയ്തല്ലേ? അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ലോ. അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ. ഒരു കാര്യം ചെയ്തോ, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. പറഞ്ഞോ. കോൺഫ്രസ്റ്റ് ഇപ്പൊ വേണ്ട. കോൺഫ്രസ്റ്റ് ഞാൻ പറയുമ്പോ യൂസ് ചെയ്താൽ മതി. അവിടെ നിന്നോട്ടെ കോൺഫ്രസ്റ്റ്. ഓക്കെ, അടുത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവരും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സുബിറ്റി, ഡയാന, അജിത്ര എല്ലാവരും ക്രിയേറ്റ് ചെയ്യണേ. അജിത്ര ലാപ്ടോപ്പ് ത്രൂ അല്ലേടെ കേറിയിരിക്കുന്നേ? ഹലോ ശിഖ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ബ്രൗസർ കമാൻഡ്സ് പേര് കൊടുത്തു. ഹലോ മാം. ഹലോ, തുടങ്ങിയോ നമ്മളത്? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂടാ. ഓക്കെ. എന്താ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തേടാ. പൈത്തൺ സെലീനിയം ബേസിക്സിൽ വന്നിട്ട് ബ്രൗസർ കമാൻഡ്സ്. ബ്രൗസർ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഓക്കെ. ആൻഡ് ആ ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യൂ. ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്രൗസർ കമാൻഡ് ക്ലാസ്. ബ്രൗസർ കമാൻഡ് എന്നല്ലായിരുന്നോ ഫയൽ നെയിം? ബ്രൗസർ കമാൻഡ്. ഇനി ചെയ്യാൻ പറ്റേ എല്ലാവരും ഒരു ക്ലാസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞിട്ട് അതൊരെല്ലാവരും എത്തട്ടെ. സുബിറ്റി, ഡയാന, അജിത്ര എത്തിയായിരുന്നോ? അതെ മാം, എത്തി. ഡയാന എത്തിയില്ലടാ? സോ ഇനി എനിക്ക് ബ്രൗസർ കമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്, അതായത് ബ്രൗസർ കമാൻഡ് എന്നത് ചൈൽഡ് ക്ലാസ് ആണ്. കേൾക്കാമോ മാം? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. മാം, ഞാൻ മൊബൈലിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പാസ്പോർട്ട് ഓഫീസിൽ വന്നതാ. അങ്ങനെ ഒരു കാര്യം ചെയ്തു, റെക്കോർഡിംഗ് കേട്ടോ. എന്നാല് കുഴപ്പമില്ല. ഇല്ല മാം, ഞാൻ പുറത്ത് അമ്മയുടെ കൂടെ വന്നതാ അത്യാവശ്യമായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ, ഫോൺ ത്രൂ ജോയിൻ ചെയ്യോ? ഫോൺ ത്രൂ ആണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാ കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ റെക്കോർഡിംഗ് കേട്ട് ചെയ്യണേടാ. മാം. ഓക്കെ,
സോ ഇവിടെ എനിക്ക് ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞ ക്ലാസ് ചൈൽഡ് ക്ലാസ് ആണ് ആൻഡ് അതിന്റെ പാരന്റ് ക്ലാസ് ബേസിക് സെലീനിയം എന്ന് പറഞ്ഞ ക്ലാസ് ആണ്. ഓക്കെ, ബ്രൗസർ കമാൻഡ് എന്ന് പറഞ്ഞ ചൈൽഡും എനിക്ക് അതിന്റെ പാരന്റ് ആയി വരേണ്ടത് ബേസിക് സെലീനിയം എന്ന് പറഞ്ഞ ക്ലാസ്സുമാണ്. ബേസിക് എനിക്ക് ഏറ്റവും ബേസിക്കലി സ്പീക്കിംഗ് എന്ത് അപ്ലൈ ചെയ്യണം? ഇൻഹെറിറ്റൻസ് ഇവിടെ അപ്ലൈ ചെയ്യണം. ബേസിക് സെലേനിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്തത്. അതെ. ഓക്കെ. അപ്പോ അതിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നേ? ബ്രൗസർ കമാൻഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. ബ്രൗസർ കമാൻഡിൽ നിന്നും ബേസിക് സെലീനിയത്തിനെ എവിടേക്കാണ് എക്സ്പാൻഡ് ചെയ്തേ? ബ്രൗസർ കമാൻഡ് കഴിഞ്ഞ് ബ്രാക്കറ്റ്സിൽ ബേസിക് സെലീനിയം കൊടുക്കാം. അതായത് ചൈൽഡ് നെയിം കൊടുക്കണം, ഐ മീൻ പേരന്റ് നെയിം കൊടുക്കണം. സോറി, പാരന്റ് നെയിം കൊടുക്കണം. മാം ഞാൻ നോക്കട്ടെ കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണോ ഇതിന്റെ പേര്? ബേസിക്സ് അണ്ടർസ്കോർ സെലീനിയം എന്നാണ് പേര്. സംശയം ഉണ്ടായിരുന്നു. ഇമ്പോർട്ട് ചെയ്തോ? ഇമ്പോർട്ട് ചെയ്യണം അല്ലേ? ഇത് എങ്ങനെയാ മാം? അതിനൊരു ഇത് വരുമല്ലോ. മുകളിൽ ബേസിക് സെലീനിയത്തിന് കൊടുത്ത എന്താ പ്രശ്നം വരുന്നേ? ഇമ്പോർട്ട് വരുന്നില്ല. ബേസിക്സ് ഇല്ല, ബേസിക് സെലീനിയം ഇത് തന്നെയല്ലേ ഞാൻ കൊടുത്തേ? അതല്ലോ, അതെ. ബേസിക് സെലീനിയം എന്ന് കൊടുത്തേ. ബേസിക്സ് അണ്ടർസ്കോർ സെലീനിയം ബേസിക് സെലീനിയം എന്ന് കൊടുക്കൂ. ഫയലിന്റെ പേര് കൊടുക്കൂ. അവിടെ ബേസിക് സെലീനിയം അണ്ടർസ്കോർ ഒഴിവാക്കിക്കേ. ഒഴിവാക്കി മാം. അണ്ടർസ്കോർ ഒഴിവാക്കടാ. ഇനൊന്ന് നോക്കിയേ ഇമ്പോർട്ട് ആവുന്നുണ്ടോന്ന്. ഇല്ല, അവിടെ കൊണ്ട് കേഴ്സർ വെക്കുക. ആ റെഡ് ഐക്കണിൽ കളിക്കുക, റെഡ് ബൾബിൽ കളിക്കേ. വരുന്നില്ല. ഓക്കെ, ബേസിക്സ് അണ്ടർസ്കോർ തന്നെ ആക്കിക്കേ. ബേസിക്സ് അണ്ടർസ്കോർ ഒരു കാര്യം ചെയ്തേ, രണ്ടിനും സെയിം നെയിം കൊടുത്തേ. ബേസിക് സെലീനിയം തന്നെ കൊടുത്തേ ക്ലാസിന്റെ പേരും. ശരി, കൊടുത്തു. അവിടെ കൊണ്ട് കേഴ്സർ വെക്കുമ്പോ ഒരു റെഡ് ഐക്കൺ വരത്തില്ലേ? ബൾബ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. അത് പ്രാക്ടീസ് ആണ് ആക്ച്വലി. അതായത് ബേസിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസിന്റെ പേരും ഫയലിന്റെ പേരും സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കും. അതായത് പിന്നെ ഒരു ആംബിഗ്യൂറ്റി വരാണ്ടിരിക്കാനായിട്ട്. മനസ്സിലായോ? താഴെ ടൈപ്പ് ചെയ്തോ. ക്ലാസിന്റെ പേരും ഫയലിന്റെ പേരും സെയിം ആയിരിക്കണം. അത് ബേസിക് സെലീനിയം.py എന്നല്ലേ ക്ലാസ്സിന്റെ ഫയലിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രാക്ടീസ് ആണ്. അങ്ങനെ കൊടുക്കാവൂ എന്നൊന്നുമില്ല. ഓക്കെ, പക്ഷെ അതൊരു ബേസിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. മാം ഇതെല്ലാം ചെയ്യണോ? കൺസ്ട്രക്ടർ വേണ്ട. ഓക്കെ, ഇതുവരെ എത്തിയോ? എക്സ്റ്റെൻഡ് ചെയ്തവരെ എല്ലാവരും എത്തിയായിരുന്നോ? ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. റൈറ്റ്, ഓക്കെ. എത്തിയില്ലടാ, ജസ്റ്റ് പറയട്ടെ. മാം ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഷെയർ ചെയ്യുവാണേ. ഷെയർ ചെയ്യടാ. ഓക്കെ, എൻ്റെ ഇത് കാണുന്നുണ്ടോ മാമിന്? കാണാമോ മാം? കാണാം. ഇത് കണ്ടോ?
ഓക്കെ, ബേസിക് സെലീനിയം എടുത്തേ. ബേസിക് സെലേനിയം. യാ. ഓക്കെ, ബ്രൗസർ കമാൻഡ് എടുക്കടാ. ബേസിക് സെലീനിയത്തിന്റെ കമാൻഡ് ഇമ്പോർട്ടന്റ് റിമൂവ് ചെയ്തേ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആണോ? അത് പറഞ്ഞത് റിമൂവ് ചെയ്യൂ. ആ ഇമ്പോർട്ടൻസ് റിമൂവ് ചെയ്യൂ. ഇമ്പോർട്ട് റിമൂവ് ചെയ്യാൻ. എൻറ്റയർ ഇമ്പോർട്ട് റിമൂവ് ചെയ്തോ. ഓക്കെ. അവിടെ ജസ്റ്റ് ആരോ മാർക്ക് ഒന്ന് കൊണ്ടുവച്ചേ ബേസിക് സെലീനിയത്തിന്റെ അവിടെ. ഓക്കെ. ക്ലിക്ക് ചെയ്തോ ഇമ്പോർട്ട്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ പോവല്ലേ? ആ യെസ്. ഓക്കെ. ഇന്നൊരു ഫംഗ്ഷൻ മാം സുബിറ്റി പറയൂ. എനിക്ക് വന്നില്ല മാം ആ ഇമ്പോർട്ടിന്റെ ആ സാധനം. ഷെയർ ചെയ്യോ സ്ക്രീന്? ആ റൈറ്റ്. ഓക്കെ, ഹലോ മാം. യെസ് പറയൂ. ഞാൻ ഷെയറിങ് കാണുന്നുണ്ടേ. പൈച്ചാം എടുത്തേടാ. ബേസിക് സെലീനിയം, ബേസിക് സ്പേസ് സെലീനിയം എന്നാണ് ഫയലിന്റെ പേരെടുത്തെ. സ്പേസ് അലൗഡ് അല്ല. ബേസിക് സ്പേസ് സെലീനിയസിന് റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഒന്നെങ്കിൽ ബേസിക്സ് അണ്ടർസ്കോർ സെലീനിയം എന്ന് കൊടുത്തു നോക്കിക്കേടാ. ബ്രൗസർ കമാൻഡില് ബേസിക്സ് അണ്ടർസ്കോർ സെലീനിയം എന്ന് കൊടുത്തു നോക്കിക്കേ. അണ്ടർസ്കോർ സെലീനിയം. ഓക്കെ. ഇനി ഇമ്പോർട്ട് കിട്ടുന്നോ നോക്കിക്കേ. കിട്ടുന്നില്ലെങ്കിൽ രണ്ട് നെയിം ഒരുപോലെ ആക്കുക ഫയൽ നെയിം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഇല്ല മാം കിട്ടുന്നില്ല. ബേസിക് സെലീനിയം തന്നെ ആക്കോളൂ. ബേസിക് സ്പേസ് സെലീനിയത്തിന് റൈറ്റ് ക്ലിക്ക് ചെയ്യടാ. ഫയൽ നെയിമിന്റെ അവിടെ. ഫയൽ നെയിം എവിടെയാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. യെസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. എന്ത് മാം കൊടുക്കണം? ബേസിക് സെലീനിയം സിംഗിൾ വേർഡ് ആയിട്ട് കൊടുക്കുക. ബേസിക് സെലീനിയം. ബേസിക് സെലീനിയം. ഓക്കെ ആണോ? ഓക്കെ ആണ്. റീഫാക്ടർ ചെയ്തേ. റീഫാക്ടർ. ഇനി ബേസിക് സെലീനിയത്തിന്റെ അകത്തേക്ക് വന്നേ. ബേസിക് സെലീനിയം എടുത്തേടാ. അവിടെ ക്ലാസിന്റെ പേര് ഇതേപോലെ ആക്കി കൊടുത്തേ. ബേസിക് സെലീനിയം. ബേസിക് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ എസ് അങ്ങ് റിമൂവ് ചെയ്തേ. റിമൂവ് ചെയ്ത ബേസിക് സെലീനിയം. എസ് സ്മോൾ ആക്കിക്കോ ഇവിടെ. മുകളിൽ ബേസിക് സെലീനിയം മുകളിൽ അങ്ങനെ കൊടുത്തേ. ലൈൻ നമ്പർ 6 ബേസിക് സെലീനിയത്തിന്റെ എസ് സ്മോൾ ആക്കിക്കേ. ലൈൻ നമ്പർ 6 ബേസിക് സെലീനിയത്തിന്റെ എസ് സ്മോൾ ആക്കി കൊടുക്കാം. സേവ് ചെയ്യാം. ഇവിടെയും സ്മോൾ ആക്കിടാ. ഇനി വേണ്ട, 2 എസ് വേണ്ട. ഈ ഇമ്പോർട്ട് കൊടുത്ത് നോക്കിക്കേ വരുന്നുണ്ടോന്ന്.
ബ്രൗസർ കമാൻഡില് വന്നില്ല. ബ്രൗസർ കമാൻഡ് കറക്റ്റ് ആണ്. small ആക്കി. ബ്രൗസർ കമാൻഡ് എടുക്കൂ. അതാ ബേസിക് സെലീനിയം. ബേസിക് സെലേനിയം എന്നെടുത്ത് ഇതാണോ? വർക്കാവാത്ത അതല്ല അല്ല അത് ചെയ്യല്ല ബേസിക് സെലേനിയം എടുത്ത് സുബിറ്റിക്ക് വന്നതുപോലെ എനിക്കും വന്നത്. സെയിം ആണോ? എടുത്ത കോഡ് കാണിച്ച നോക്കാം. മറ്റേ ക്ലാസ് ബേസിക് സെലേനിയം പാസ് റിമൂവ് ചെയ്തിടാം. ഇപ്പൊ വന്ന സജഷൻ റിമൂവ് ചെയ്തേക്ക്. ഇത് റിമൂവ് ചെയ്യണോ? ക്ലാസ് ബേസിക്സ് റിമൂവ് ചെയ്യൂ. ഈ ബ്രൗസർ കമാൻഡിന്റെ നെയിം ഒന്ന് കറക്റ്റ് ചെയ്തേ. ഒരേപോലെ കൊടുക്കൂ. ക്ലാസിന്റെ പേരും ഫയലിന്റെ പേരും ഒരുപോലെ കൊടുക്കൂ. ഫയലിന്റെ പേര് ഓക്കെ. ഫയലിന്റെ പേര് ചേഞ്ച് ചെയ്യും. എന്റെ പേര് ബേസിക് സെലീനിയം ആക്കണോ മാം? അല്ല, ഇവിടെ ബ്രൗസർ സ്പേസ് കമാൻഡ് ബ്രൗസർ കമാൻഡ് എന്നാക്കിക്കേ. ക്ലാസിന്റെ പേര് കൊടുത്ത് സെയിം വേ. റീഫാക്ടർ. ഞാൻ ബേസിക് സെലീനിയം ക്ലാസിന്റെ പേര് അവിടുന്ന് കോപ്പി എടുത്തേ. ബേസിക് സെലീനിയം .py അവിടെ അന്ന് കോപ്പി എടുത്തേടാ. ഫയലിന്റെ പേര് ക്ലാസിന്റെ പേര് കോപ്പി എടുക്കുക. ഒന്ന് കൊടുത്തു നോക്കിയേനെ. ഞാൻ ഇമ്പോർട്ട് ചെയ്ത് നോക്കിയേ. മോർ ആക്ഷൻസ്. മോർ ആക്ഷൻസ്. മോർ ആക്ഷൻസ് കൊടുത്തേ. എന്താ പ്രശ്നം വരുന്നേ? ബേസിക് സെലീനിയം .py ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റീനെയിം റെഫറൻസസ് കൊടുത്ത്. എന്താ മാം? റീനെയിം റെഫറൻസ് കൊടുത്ത്. ബ്രൗസർ കമാൻഡ് എന്നോട് വെച്ചേ. എടാ ബ്രൗസർ കമാൻഡ് അല്ല കൺട്രോൾ സെഡ് അടി. ബ്രൗസർ കമാൻഡ് അല്ല അവിടെ വരണ്ട. കൺട്രോൾ സെഡ് അടിച്ചു. കൺട്രോൾ സെഡ്. ബേസിക് സെലീനിയം SELENIUM. നെയിം സെയിം ആണ്. നെയിമിന് ഡിഫറൻസ് ഒന്നുമില്ല. മാം പാക്കേജിന്റെ ആ നെയിം ചേഞ്ച് ചെയ്യണോ? പൈത്തൺ സെലീനിയം ബേസിക്സ്. വേണ്ട. പൈത്തൺ സെലീനിയം ബേസിക്സ് ചേഞ്ച് ചെയ്തോണ്ട് വരൂല. ബേസിക് സെലീനിയം എടുത്തേ. മിനിറ്റ്. ഓക്കെ ചെയ്തേടാ. ബ്രൗസർ കമാൻഡ് എടുത്തേ.
ഓക്കെ, ലൈൻ നമ്പർ 1 ടൈപ്പ് ചെയ്യൂ. ഫ്രം സ്പേസ് ബേസിക് ശരി ആരെടുത്ത ഡയാനപ്പം ചെയ്ത് നോക്കുക കേട്ടോ. ബേസിക് സെലീനിയം എടുത്ത സജഷൻ എടുത്തോ, എൻ്റർ അടിച്ചോ. സ്പേസ് ഇമ്പോർട്ട് സ്പേസ് ബേസിക് സെലീനിയം. പോയല്ലേ, അത് ഇമ്പോർട്ട് സജഷൻ വരാഞ്ഞതാണ് എന്തോ റീസൺ കൊണ്ട്. സേവ് ചെയ്തേ. ഓക്കെ ഓക്കെ. ആ ഫയൽ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിയേ. അവിടെ ഒരു റെഡ് ഓക്കെ, നെക്സ്റ്റ് എൻ്റർ അടിച്ചോ. വീണ്ടും ആ റെഡ് ഉണ്ട്. അത് കുഴപ്പമില്ല, ആ റെഡ് കളർ കുഴപ്പമില്ല. അങ്ങനെ ഡയാനയ്ക്കും മറ്റേ ഫ്രം ബേസിക് സിലേനിയം ഇമ്പോർട്ട് ബേസിക് സിലേനിയം കൊടുത്തപ്പോ എറർ കാണിക്കുന്ന ബേസിക് സിലേനിയത്തിന്റെ അടുത്ത്. ഡയാന ഷെയർ ചെയ്തേ. ഇവിടെ ബേസിക് സിലേനിയത്തിന്റെ ബി സ്മോൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്മോൾ കൊടുക്കണോ മാം? ആ 2 സ്മോൾ കൊടുക്കണോ? ബേസിക് സിലേനിയത്തിന്റെ ക്ലാസ് കാണിച്ചേ. ഇപ്പൊ ശരിയായല്ലോ. ഓക്കെ ഓക്കെ. മറ്റേത് സ്മോൾ കൊടുക്കണോ മാം? വേണ്ട 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 വേണ്ട, ലെറ്റ് ഇറ്റ് ബി. ഓക്കെ ഓക്കെ. നീ അത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്തേ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ, വെരിഫൈ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. എവിടെ മാം? ഹലോ, താഴെ ടൈപ്പ് ചെയ്യൂ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ. താഴെ താഴെയാണോ? ബേസിക് താഴെ, ഇനി താഴെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യൂ. ഡെഫ് ഓപ്പൺ പറഞ്ഞിട്ടാണ്. ഫംഗ്ഷന്റെ പേരെന്തോ മാം പറഞ്ഞത്? പേരെന്തോ മാം? വെരിഫൈ കമാൻഡ്സ്. വെരിഫൈ കമാൻഡ്സ് ആണ് ഫംഗ്ഷന്റെ പേര്. ഡെഫ് എന്തിനാ റിമൂവ് ചെയ്തേതാന? ഡെഫ് വേണ്ടേ? ഓക്കെ ഓക്കെ. ഡെഫ് വെരിഫൈ കമാൻഡ്സ്. ഒരുമിച്ചാണോ മാം എഴുതേണ്ട? കമാൻഡ്സ് വെരിഫൈ കമാൻഡ്സ് എന്ന് സ്പേസ് ആണോ? സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല. സ്പേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. സെൽഫ് ബ്രാക്കറ്റിൽ സെൽഫ് കൊടുക്കണോ മാം? ബ്രാക്കറ്റിൽ സെൽഫ്. അതെ. ഓക്കെ, എൻ്റർ അടിക്കോ. പ്രിന്റ് ഓക്കെ. എനിക്ക് ഫസ്റ്റ് വേണ്ടത്, എനിക്ക് ഈ ആപ്ലിക്കേഷൻ ലോഡ് ആവുമ്പോൾ ടാബിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ഗൂഗിൾ മീറ്റ് എടുക്കുകയാണെങ്കിൽ meet-onp-gh എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ? അതാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷന്റെ, ഇപ്പൊ ജിമീറ്റ് എന്ന ആപ്ലിക്കേഷന്റെ ടൈറ്റിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മളെ ടാബ് ഓപ്പൺ ആയി വരുമ്പോൾ ടാബിന്റെ മുകളിൽ എന്താണോ പേര് കാണുന്നത് അതിനെ പറയുന്ന പേരാണ് ടൈറ്റിൽ. ക്ലിയർ ആണോ? അപ്പൊ കൊടുത്തോളൂ പ്രിന്റ് ബ്രാക്കറ്റ്സില് self.browser. Dot title. എല്ലാം സ്മോൾ ലെറ്റർ ആണോ മാം? സജഷനിൽ വന്നിട്ടുണ്ട് ടൈറ്റിലിന് TITLE ടൈറ്റിൽ. മാം ഇവിടെ നമ്മൾ ഈ സെൽഫ് ഡോട്ട് ബ്രൗസർ TITLE ആടാ. ഒറ്റ സെക്കൻഡ്. there into TITLE double T TLE
ബ്രാക്കറ്റ്സ്. പ്രിന്റ് ചോദിച്ചോ? ഇവിടെ നമ്മൾ ഈ സെൽഫ് ഡോട്ട് ബ്രൗസർ കൊടുത്തതിന്റെ കാര്യം എന്നാ മാം? സെൽഫ് ഡോട്ട് ബ്രൗസർ എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുത്ത വേരിയബിൾ നെയിം ബേസിക് സെലീനിയത്തില്. ഓ അത് ശരി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അഗെയിൻ സെൽഫ് ഡോട്ട് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇനി ബ്രൗസർ കമാൻഡ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ആണോ മാം? ഹലോ, പറയൂ. ബ്രൗസർ കമാൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂ. എവിടെയാ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട് ഡയാന? ഇൻഡന്റേഷൻ ശ്രദ്ധിക്കൂ. ഇവിടെ ഡെഫിന്റെ അടുത്താണോ മാം? ഡെഫ് കഴിഞ്ഞ് ക്ലാസിന്റെ അടുത്ത് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. ബ്രൗസർ കമാൻഡ് എന്ന് കൊടുത്താൽ മതിയോ മാം? ബ്രൗസർ കമാൻഡ് എന്ന് കൊടുത്താൽ മതി. യെസ്. ബേസിക് വേണ്ടല്ലോ മാം? ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഒബ്ജക്റ്റിന്റെ നെയിം എന്തും കൊടുക്കാം. നോ ഇഷ്യൂസ്. അങ്ങനെയല്ല, ബേസിക്സ് അതിൽ വന്ന ബേസിക്സ് ബ്രൗസർ കമാൻഡ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുക. അത് മതി. ഓക്കെ ഓക്കെ, ഇത് മതിയോ മാം? മതി മതി. ഓക്കെ. ഓക്കെ, ടൈപ്പ് ചെയ്യടാ. ബേസിക് ഡോട്ട് എൻ്റർ അടിക്കണല്ലോ മാം? ഓക്കെ, ബേസിക് ഡോട്ട് ആദ്യം നമുക്ക് ഏതിനെ ആക്സസ് ചെയ്യണം? ആക്സസ് ബ്രൗസർ. ആക്സസ് ബ്രൗസറിനെ ഇൻവോക്ക് ചെയ്യണം. കാരണം എന്താ? ആക്സസ് ബ്രൗസർ ത്രൂ ആണ് നമുക്ക് ഏത് ഡാറ്റയെ കിട്ടുന്നത്? ഓ ഓക്കെ ഓക്കെ, പേരന്റിന്റെ സെലേനിയത്തിനകത്തുള്ളതാണ്. അതെ അതെ, ഓക്കെ ഓക്കെ. ബേസിക് സെലീനിയത്തിനകത്തുള്ള കിട്ടുന്നത്. യെസ്, കൊടുത്തോളൂ. ഡോട്ട് ആക്സസ് ബ്രൗസർ. അപ്പൊ ഇവിടെ അതിനെ ഇൻവോക്ക് ചെയ്യണം നമ്മൾ അല്ലേ? യെസ്, ഇവിടെയും അതിനെ ഇൻവോക്ക് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് വെരിഫൈ കമാൻഡിനെ ഇൻവോക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് ടൈറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ? എങ്ങനെ? നമുക്ക് ഇപ്പൊ ഈ വരുന്ന ടൈറ്റിലിന്റെ കാര്യം ആക്സസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഈ പ്രോഗ്രാം എഴുതുന്നത്? അതെ, ടൈറ്റിലിനെ ആക്സസ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതെ. ഓക്കെ. ഇനി ആക്സസ് ബ്രൗസർ കഴിഞ്ഞ് വെരിഫൈ കമാൻഡിനെ ഇൻവോക്ക് ചെയ്യൂ, ആക്സസ് ചെയ്യൂ. ഇപ്പൊ എങ്ങനെ വിളിക്കും? ബേസിക് ഡോട്ട് വെരിഫൈ കമാൻഡ് വിളിച്ചോളൂ. സേവ് ചെയ്യൂ, എക്സിക്യൂട്ട് ചെയ്ത് നോക്കുവന്ന്. എനിക്കൊരു എറർ അടിക്കണ്ടല്ലോ മാം? നോക്കാം നോക്കാം, എറർ എന്താ വരുന്നത് നോക്കാം കേട്ടോ. ഓക്കെ, ഫൈൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തേടാ. സെക്കൻഡ് ടൈം ഓപ്പൺ ആയി, അത് കുഴപ്പമില്ല, ഓപ്പൺ ആയിക്കോട്ടെ. ചെക്ക് ചെയ്യൂ. ഫൈൽ ചാനൽ ഒന്ന് നോക്കൂ. ഒബ്സ്ക്യൂറ ടെസ്റ്റിംഗ് എന്ന് പ്രിന്റ് ആയില്ലേ? പ്രിന്റിലേക്ക് വരാം കേട്ടോ. ഞാൻ ശരിയാക്കി മാം, എറർ ശരിയാക്കി. ഓക്കെ. ഞാൻ ബേസിക് സെലീനിയം എന്ന് പറഞ്ഞ കമാൻഡ് സെലീനിയത്തിൽ വന്നേടാ എല്ലാവരും. ബേസിക് സെലീനിയം.
ഇതിന്റെ ക്ലാസിന്റെ അകത്താണോ മാം? ബേസിക് സെലീനിയം ക്ലാസിന്റെ അകത്ത് നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ഇല്ലേടാ, അതിന്റെ അകത്ത് നോക്കിയേ. അതില് നമ്മൾ ഒബ്ജക്ട് ക്രിയേഷൻ ഇല്ലേ, ഒബ്ജക്ട് ക്രിയേഷൻ ഒന്ന് കമന്റ് ചെയ്തേടാ. ഒബ്ജക്ട് ക്രിയേഷനും അതുപോലെ URL ആക്സസ് ചെയ്യുന്നതൊന്ന് കമന്റ് ചെയ്തിടുവോ? എന്തോ മാം? ഹലോ, ലൈൻ നമ്പർ 19 തൊട്ട് കമന്റ് ചെയ്യാ ഡയാനയുടെ കേസിൽ. 19 ആണോ? ഡയാനയുടെ കേസിൽ ലൈൻ നമ്പർ 19, അതായത് നമ്മൾ ഒബ്ജക്ട് ക്രിയേഷൻ ചെയ്തില്ലേടാ, അതെ അതെ. അതൊന്ന് കമന്റ് ചെയ്യാ കേട്ടോ. 19, 20, 21 ആണോ മാം? 19, 20, 21 അതിന്. എല്ലാവരും കമന്റ് ചെയ്തോ ഒബ്ജക്റ്റിന്? അതെ ഒരു വട്ടം കൂടി പറഞ്ഞല്ലോ URL ആക്സസ് ചെയ്യുന്ന കമന്റ് ചെയ്യാൻ. URL ആക്സസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ നമ്മള്. അടുത്തതാണ് URL ആക്സസ് ചെയ്യുന്നതല്ല, ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നത് കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ബേസിക് സെലീനിയത്തില് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ ആക്സസ് ബ്രൗസർ എടുക്കുക, ക്ലോസ് ബ്രൗസർ എടുക്കുക, 3 കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നോ? അതിനെ കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഈ ബ്രൗസർ കമാൻഡിലേക്ക് വന്നോളൂ. അടുത്ത കമാൻഡ് എന്ന് വെച്ചാൽ ഇനി എന്റെ അപ്ലിക്കേഷൻ കറന്റ്ലി നിൽക്കുന്ന URL ഏതാണ് എന്ന് എനിക്ക് അറിയണം. ഓക്കെ, എന്റെ അപ്ലിക്കേഷൻ ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന URL ഏതാണ് എന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് browser.currentURL. ടൈപ്പ് ചെയ്യൂ, പ്രിന്റ് self.browser.title കഴിഞ്ഞ് ടൈപ്പ് ചെയ്യൂ self.browser.title. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? self.browser.title കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ ടൈപ്പ് ചെയ്യാം. ഫംഗ്ഷന്റെ അകത്ത് വെരിഫൈ കമാൻഡ് ഫംഗ്ഷന്റെ അകത്ത് പ്രിന്റ് self.browser.title കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കാം. നമുക്ക് പ്രിന്റ് self.browser. current underscore കറണ്ട് ആണോ? current cu കറണ്ട് എന്ന് കൊടുത്തിട്ട് current underscore URL സജഷൻ വന്നീന. കറന്റ് URL എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷന്റെ കറന്റ് URLനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, നമ്മുടെ അപ്ലിക്കേഷൻ ഇപ്പൊ ഏത് URL നിൽക്കുന്നോ അതിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എനിക്ക് മറ്റേ സെലീനിയം QA bible.in വന്നു അല്ലേ? അതല്ലേ നമ്മളിപ്പോ കറന്റ് URL. സോ അതാണ് കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മള് ഈ പേരന്റിനകത്ത് ആദ്യം ഓർമ്മയുണ്ട്, നമ്മള് സെൽഫ് browser.get എന്നും പറഞ്ഞുകൊണ്ട് URL കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഗെറ്റ് എന്ത് URL ആണോ നമുക്ക് വേണ്ടത് ആക്സസ് ചെയ്യേണ്ട ആ URL കൊടുക്കത്തില്ലേ? അപ്പം നമുക്കറിയാം ഇതാണ് അതിന്റെ URL. പിന്നെ എന്തിനാ ഇവിടെ നമ്മൾ ഗെറ്റ് URL? പറഞ്ഞുതരാം. കറന്റ് URL എന്തിനാ യൂസ് ചെയ്യുന്നേന്നല്ലേ? എല്ലായ്പ്പോഴും നമ്മൾ ഒരു പേജിൽ തന്നെ നിൽക്കത്തില്ല. ഒരു വെബ് അപ്ലിക്കേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും, പല പേജസിലേക്കും നാവിഗേറ്റ് ചെയ്യും അല്ലേ? സോ നമ്മൾ ഈ ഒരു സിനാരിയോയിൽ നമ്മൾക്ക് ഓൾറെഡി അറിയാം എന്താണ് നമ്മുടെ URL എന്നുള്ളത്. ലെറ്റ്സ് സേ കുറെ നാവിഗേഷൻസോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സിനാരിയോ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, self.browser.currentURL കൊടുത്താൽ ഇപ്പൊ കറന്റ്ലി നാവിഗേറ്റ് ചെയ്ത് ഏത് URL നിൽക്കുന്നു എന്നറിയാൻ പറ്റും. അതിന് വേണ്ടിയാണ് കറന്റ് URL യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഇനി നമ്മളുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ഓരോ ടാബിനും സ്പെസിഫിക് ആയിട്ട് ഓരോ IDs ഉണ്ട്.
അത് നമ്മുടെ ബ്രൗസറിന്റെ കയ്യിലുള്ള ഒരു ഡാറ്റയാണ്. ലെറ്റ്സ് സേ എനിക്കിനി ആ ഡാറ്റയാണ് ആവശ്യമുള്ളത്. അതായത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ടാബിന്റെ ID, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാൻഡിൽ IDs. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ പറയാമോ? പറയാം. അതായത് നമ്മൾ ഇപ്പൊ ഒരു ടാബ് ഓപ്പൺ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ടാബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ എന്ത് സംഭവിക്കും? അതിനൊരു ID അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഹാൻഡിൽ ID എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഹാൻഡിൽ ഐഡിയെ റിട്രീവ് ചെയ്യാനായിട്ട് നമുക്കൊരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. current_window_handle. ടൈപ്പ് ചെയ്യൂ. പ്രിന്റ് സജഷൻ വന്നു, ടാബ് അടിച്ചോ. self.browser.current_window_handle. അതായത് നമ്മളുടെ കറന്റ് വിൻഡോയുടെ ഹാൻഡിൽ ഐഡിയെ റിട്രീവ് ചെയ്യാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? കറന്റ് വിൻഡോ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഹാൻഡിൽ ഐഡി ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, മനസ്സിലായി. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കോ ഒന്നുകൂടി. അതിൽ തന്നെ പോയി നിൽക്കുമോ? അതേ സെയിം URL നിൽക്കും. URL നമുക്ക് ഡിഫറൻസ് ഒന്നും കാണൂല. ഡിഫറൻസ് നമുക്ക് എവിടെയാ കാണുന്നത്? ID വരും ഇപ്രാവശ്യം അല്ലേ? ID കൂടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു. സുബിറ്റി URL-ന്റെ ഐഡി അല്ലേ മാം? URL-ന്റെ ID അല്ല, ടാബിന്റെ ID. URL ഓപ്പൺ ആയി വന്ന ടാബിന്റെ ID ആണ് അത്. URL അല്ല. ഓക്കെ, സുബിറ്റി കിട്ടിയായിരുന്നോ ഔട്ട്പുട്ട്? കിട്ടി മാം, ID കിട്ടി. ഓക്കെ. ഇനി ഇതേപോലെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വേറൊരു ബ്രൗസർ കമാൻഡ് ആണ് പേജ് സോഴ്സ്. പേജ് സോഴ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ ഈ വെബ് ആപ്ലിക്കേഷനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഏത് കോഡ് ഉപയോഗിച്ചാണോ ആ കോഡ് എനിക്ക് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരണം. ഒരു പ്രാവശ്യം കൂടെ പറയൂ. നമ്മുടെ ഈ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള HTML കോഡ് ഉണ്ടാവില്ലേ? ആ ഒരു HTML കോഡിനെ എനിക്ക് റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിക്കൂ. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ആണ് എന്ത്? പേജ് സോഴ്സ്. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്യൂ. print self.browser. page_source. യെസ്, ഒന്ന് പ്രിന്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പൊ കണ്ടോ, ഒരു വലിയൊരു കോഡ് വന്നിരിക്കുന്നുണ്ടോ അവിടെ? ഇതാണ് നമ്മളുടെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷനെ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള കോഡ്. ഓക്കെ,
ഓക്കെ. ക്ലിയർ ആണോ ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങള്? മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാവിഗേഷൻ കമാൻഡ്സ്. എന്നോടിപ്പോ ആരായിരുന്നു ശിഖർ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, അതായത് നമ്മളിപ്പോ കറന്റ്ലി നിൽക്കുന്ന ഒരേ പേജിലല്ലേ, പിന്നെ എന്തിനാ നമ്മൾക്ക് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ കറന്റ് URL എവിടെയാ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, അതിനുള്ള ആൻസർ ആണ് നാവിഗേഷൻ കമാൻഡ്സ്. അതായത് നമ്മൾക്ക് ഒരു URL നിന്നാൽ അവിടെ ജസ്റ്റ് നിൽക്കുക എന്നുള്ളതല്ല, പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ URL നിന്ന് നാവിഗേഷൻസ് ചെയ്യും. ഒരു ഫോർവേഡ് ബട്ടൺ യൂസ് ചെയ്തിട്ടോ ബാക്ക്വേർഡ് ബട്ടൺ യൂസ് ചെയ്തിട്ടോ എല്ലാം എന്ത് ചെയ്യും, നമ്മള് പലതരത്തിലുള്ള നാവിഗേഷൻസ് ചെയ്യും. സോ ഇതിനെല്ലാം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 കമാൻഡ്സ് ഉണ്ട് പൈത്തൺ സെലീനിയത്തില്. ടു, ബാക്ക് ആൻഡ് ഫ്രം. നാവിഗേഷൻ കമാൻഡ്സ് ആണ് ടു, ബാക്ക് ആൻഡ് ഫ്രം അല്ലേ? ബാക്ക് ആൻഡ് റിഫ്രഷ്. ടു അല്ല, തെറ്റി പറഞ്ഞതാണ്. ബാക്ക്, ഫോർവേഡ് ആൻഡ് റിഫ്രഷ്. ഞാൻ പെട്ടെന്ന് ജാവ സെലീനിയം പറഞ്ഞു പോയി, സോറി. ബാക്ക്, ഫോർവേഡ് ആൻഡ് റിഫ്രഷ്. മാം നെറ്റ് കട്ട് ആവുന്നു മാം, എനിക്ക് നെറ്റ് മൊബൈലിൽ നിന്നാണ് കണക്ട് ചെയ്ത്. ഓക്കെ, ഷെയർ ചെയ്യോ മാം അത്? ഡയാന ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യൂ. ശിഖർ ഷെയർ ചെയ്തേടാ. മാം ഫ്രം ബാക്ക് ഫോർവേഡ് ആണോ? ഫ്രം അല്ല, സോറി, ഫോർവേഡ്, ബാക്ക് ആൻഡ് റിഫ്രഷ്. നേരത്തെ വന്ന് ജാവ സെലീനിയത്തിന്റെ തെറ്റി പറഞ്ഞായിരുന്നേ, സോറി. ഒരു കാര്യം ചെയ്തോ, നാവിഗേഷൻ കമാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോ. പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. യെസ്, പൈത്തൺ സെലീനിയം ബേസിക്സിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നാവിഗേഷൻ കമാൻഡ്സ്. ആഡ് കൊടുത്തോളൂ. നാവിഗേഷൻ കമാൻഡ്സിലെ ബ്രാക്കറ്റ്സിൽ ആരെ പാസ് ചെയ്യണം? ഓക്കെ, പേരന്റ് പാസ് ചെയ്യണം. പേരന്റ് നമ്മുടെ സെലേനിയ ബ്രൗസർ സെലേനിയം അല്ലേ? ബേസിക് സെലീനിയം. സോറി, ബേസിക് സെലേനിയം. ശിഖയുടെ സ്ക്രീൻ ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോടാ, ഒന്ന് എക്സ്പാൻഡ് ചെയ്തേടാ, മാക്സിമൈസ് ചെയ്ത സ്ക്രീൻ. ഓക്കെ, ഞാൻ ആക്ച്വലി ഡെസ്ക്ടോപ്പിൽ, അതുകൊണ്ടാ നിങ്ങക്ക് കാണാത്ത. ഓക്കെ, ഞാൻ ചെയ്തു. ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണാം. അതിനകത്ത് നമ്മുടെ പേരന്റ് ക്ലാസ് ആയ ബേസിക് സെലീനിയം കൊടുക്കണം അല്ലേ? യെസ്. എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തോ. ഇതുവരെ എത്തിയോ ഡയാന? സുബിട്ടി എത്തിയായിരുന്നു? സെക്കൻഡ് മാം. ഓക്കെ, അയ്യോ. ഓക്കെ മാം ഒന്ന് എന്റേത് നോക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഇതെന്താ വരുന്നേ? അത് കുഴപ്പമില്ല, നെക്സ്റ്റ് ലൈൻ ടൈപ്പ് ചെയ്യുമ്പോ പോയിക്കോളൂ. ഓക്കെ. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂടാ. പേര് നാവിഗേറ്റ് ഓപ്ഷൻസ്. നാവിഗേറ്റ് ഓപ്ഷൻസ് അല്ലേ? ബ്രാക്കറ്റ്സ് മാം എനിക്ക് വീണ്ടും ഹലോ മാം പറയൂ. മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്നത് വന്നില്ല മാം.
ഇമ്പോർട്ട് മറ്റേന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ. ആണോ? ഓക്കെ. ബ്രൗസർ കമാൻഡിന് കോപ്പി പേസ്റ്റ് ചെയ്യണം മാം. ബ്രൗസർ കമാൻഡിനെ വേണ്ട. ബ്രൗസർ കമാൻഡിനെ കോപ്പി പേസ്റ്റ് ചെയ്യണ്ടല്ലോ. എന്തിനാ? അല്ല മറ്റേ ഇമ്പോർട്ട് വന്നില്ലല്ലോ മാം. ഇമ്പോർട്ട് സോറി, ഓക്കെ. അത് ഒരു വട്ടം കോപ്പി പേസ്റ്റ് ചെയ്യടാ. നമ്മൾ കുറച്ച് മുന്നേ ചെയ്തില്ലായിരുന്നു അതേ സെയിം സാധനം കോപ്പി പേസ്റ്റ് ചെയ്തേടാ. ബേസിക്സ് ലൈനെത്തിനാണോ? ബേസിക്സ് ലീനിയ അല്ല, ബ്രൗസർ കമാൻഡിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ലേ? അതെ അതെ അതെ. ആ URL എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തോ വീണ്ടും? ഓക്കെ, എന്റർ അടിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എനിക്ക് ആമസോൺ ഡോട്ടിന്റെ സൈറ്റിലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യാമോ നിങ്ങള്? ഓക്കെ. ആമസോൺ ഡോട്ടിന്റെ URL ഒന്ന് ആക്സസ് ചെയ്യാം നമുക്ക്. ബ്രൗസർ ഡോട്ട് URL ആക്സസ് ചെയ്യാൻ നമ്മൾ ഏത് യൂസ് ചെയ്യുന്ന പറഞ്ഞ, ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന പറഞ്ഞ? ഗെറ്റ്. എങ്ങനെ? self.driver.get ആമസോണിന്റെ URL ഒന്ന് കൊടുത്തേ. ആമസോൺ എടുത്തോ. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി ആമസോണിന്റെ URL. US ഡിഫറൻസ് ഉണ്ടാവും. ശിഖ ജസ്റ്റ് സെർച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, സെക്കൻഡ്. amazon.in ഇന്ത്യയിലുള്ള സൈറ്റ് ആണ്. അവിടേക്ക് വരുമ്പോ മാറ്റം ഉണ്ടാവും, US വരുമ്പോ മാറ്റം ഉണ്ടാവും. ആമസോൺ ഡോട്ടിന്റെ URL ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. പോയോ? ശിഖ പോയി. ഒരാൾ ഷെയർ ചെയ്ത റിൻറ്റു ഷെയർ ചെയ്തേപ്പോ അവളോട് അറിയാതെ കൈ ഏതോ അമർന്നു വരാൻ തോന്നുന്നു. കാണാമോ? ഇതല്ലേ? അതെ. .in അല്ലേടാ ആമസോണിന്റെ സൈറ്റ് വരുന്ന .com അല്ലല്ലോ. എനിക്ക് .com ആണ് കിട്ടിയത്. ഓക്കെ, .com ആണ് വെച്ച പ്രശ്നമില്ല. ഓക്കെ, ഇനി ഞാൻ പറയുന്ന പോലെ കമാൻഡ് കൊടുത്തേടാ. self.browser. forward browser. ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യാം കേട്ടോ. forward ബ്രാക്കറ്റ്സ്. ഇനി ജസ്റ്റ് നമ്മുടെ നാവിഗേഷൻ കമാൻഡ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. നാവിഗേഷൻ കമാൻഡ് ഒബ്ജക്റ്റ് അല്ലേ? അതെ. നാവിഗേഷൻ ഈക്വൽ ടു നാവിഗേഷൻ കമാൻഡ്. ഓക്കെ. ഇനി ആരെ വിളിക്കണം? ആക്സസ് ബ്രൗസറിനെ വിളിക്കണം. വിളിച്ചോളൂ. മാക്സ് ബ്രൗസർ അതെവിടെയാണ്? ആക്സസ് ബ്രൗസർ. ആക്സസ് ബ്രൗസർ ഏതാ? ബേസിക്സ് ലീനിയത്തില്. ശിഖ എന്ത് പറ്റി? ലെഫ്റ്റ് ആയിപ്പോയല്ലോ. ഞാൻ കരുതി ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ കമന്റ് ചെയ്തിട്ടേക്കോളോ basic.access ബ്രൗസറിന്. അവിടെ കമന്റ് ചെയ്തിട്ടോ, പ്രശ്നമില്ല. നമ്മള് ബ്രൗസർ കമാൻഡിൽ എങ്ങനെയാണോ വിളിച്ചേ അതേപോലെ ബ്രൗസർ കമാൻഡിൽ നമ്മൾ ആദ്യം ആരെ വിളിച്ചു? ആക്സസ് ബ്രൗസറിനെ വിളിച്ചു. അതേ വെരിഫൈ കമാൻഡിനെ വിളിച്ചു അല്ലേ? ഓക്കെ. ഇതേപോലെ നാവിഗേഷൻ കമാൻഡിലും ആരെ ആദ്യം വിളിക്കണം? ആക്സസ് ബ്രൗസറിനെ വിളിക്കണം.
നാവിഗേഷൻ. മാം ഈ self.browser.forward എന്തിനാണ്? ഫോർവേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ഫോർവേഡ് ബട്ടണും ബാക്ക്വേർഡ് ബട്ടണും എനേബിൾഡ് ആയിരിക്കും. ശ്രദ്ധിച്ചിരിക്കുന്നോ? ഓക്കെ. അത് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണ് ഫോർവേഡ് യൂസ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനാണ് ബാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഫോർവേഡ് ബട്ടൺ ഇപ്പം ഇവിടെ പറഞ്ഞതിന്റെ ആവശ്യം എന്താ? നമ്മൾ ആദ്യം https://www.amazon.com എന്ന് പറഞ്ഞിട്ടൊരു URL നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ, ഇല്ലേ? നാവിഗേറ്റ് ചെയ്യുന്ന നമുക്ക് ഇവിടെ ഏതൊക്കെ ബട്ടൺസ് ഇനേബിൾഡ് ആയിരിക്കും? നാവിഗേറ്റ് ചെയ്യുമ്പം അതിനകത്ത് ഫോർവേഡും ബാക്ക്വേഡും എല്ലാം എനേബിൾഡ് ആയിരിക്കും, അല്ലേ? സോ അതിലെ ഫോർവേഡ്, അതായത് റൈറ്റ് ആരോയെ പ്രസ് ചെയ്യാനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫോർവേഡ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ആരോയെ പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാക്ക്. ഇനി നടുക്ക് അത് എല്ലാം റിഫ്രഷ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ, ഒരു സെമി സർക്കിൾ പോലെ, ഇല്ലേ? ഉണ്ട്. അതിനെ സിമുലേറ്റ് ചെയ്യാനാണ് നമ്മൾ റിഫ്രഷ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മതി. വെരിഫൈ കമാൻഡ് വിളിക്കണ്ട. എടാ, വെരിഫൈ കമാൻഡ് വേണ്ട, നാവിഗേറ്റ് ഓപ്ഷൻസ് മാത്രം വിളിച്ചാൽ മതി. വെരിഫൈ കമാൻഡ് ആക്സസിബിൾ ആയിരിക്കത്തില്ല ഇവിടെ. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്തു, അല്ലേ? അതെ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആക്സസ് ബ്രൗസറിനെ വിളിച്ചു, സോ ദാറ്റ് നമുക്ക് ബ്രൗസറിന്റെ ഇൻസ്റ്റൻസ് കിട്ടും. അടുത്ത ഓപ്ഷനിൽ എന്ത് ചെയ്തു? നാവിഗേറ്റ് ഓപ്ഷൻ. അതെവിടുത്തെ മാം? നാവിഗേറ്റ് ഓപ്ഷൻസ് ഏതാടാ? നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നാവിഗേഷൻ എന്ന ഒബ്ജക്റ്റ് ആദ്യം പോയി ആക്സസ് ബ്രൗസറിലേക്ക് പോകും, അവിടെയുള്ള കാര്യങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് തിരിച്ചു വരും? നാവിഗേറ്റ് കമാൻഡിലേക്ക് വരും. നാവിഗേറ്റ് കമാൻഡിലെ നാവിഗേറ്റ് ഓപ്ഷൻസിലേക്ക് തിരിച്ചു വരും. ക്ലിയർ ആണോ? ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. റൺ ചെയ്യുമ്പോ നമ്മൾ ആദ്യം ഈ URL സൈറ്റിലോട്ട് പോകുന്നു, അവിടെ നിൽക്കുന്നു. അതിനാ വരാത്ത? ആംസർ.ന് വന്നില്ലേ? ഇല്ല. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തേ ഒന്ന്. എവിടെയാ മാം കൊടുക്കണ്ടേ? ഫോർവേഡിന് തൊട്ട് മുൻപ് കൊടുത്തേ. ടൈം ഡോട്ട് സ്ലീപ്പ് ഓഫ് 10 കൊടുത്തു. ഓക്കെ. ഇത് ഇമ്പോർട്ട് കൊടുക്കണോ? ഇമ്പോർട്ട്. ഓക്കെ. ഇത് ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തേ? എനിക്ക് മനസ്സിലാവും. amazon.com പോയി. കണ്ടോ മാം? ഒരു സംശയം ചോദിച്ചട്ടെ, ഇവിടെ നമ്മൾ ഈ ഫോർവേഡ് കൊടുക്കുന്ന ഈ ബാക്ക്വേർഡ് ഫോർവേഡ് അല്ലേ സാധനം കൊടുക്കുന്നത്? ഈ ഫോർവേഡ് ബാക്ക്വേർഡ് ആണ്. ഇവിടെ നമുക്ക് ഫോർവേഡ് ബട്ടൺ എനേബിൾഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഫോർവേഡ് പോവാഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ കറന്റ്ലി ഏതാണോ എടുത്തത് അതിനകത്തേക്ക് പോവോ? അതിന്റെ അകത്തേക്ക് പോയി. അതായത് ഈ URL-ലോട്ട് പോയല്ലേ? അതെ, amazon.com പോയി. ഇനി ഡോട്ട് ഫോർവേഡ് കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കൊടുത്തേടാ self.browser. Close browser. സെൽഫ് ഉണ്ടോ മാം? 1 second. self.driver. Close browser. Close browser അല്ല, സോറി, self.browser.back തെറ്റി പറഞ്ഞാണ്.
ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്തേ. ഇത് പക്ഷെ ബാക്കിലോട്ട് പോകുന്നെന്ന് നമുക്ക് എങ്ങനെ അറിയാം മാം? ബാക്ക് കഴിഞ്ഞ് ഒരു വട്ടം ബാക്ക് കഴിഞ്ഞ് ടൈം സ്ലീപ്പ് കൊടുത്തേ, അല്ലെങ്കിൽ ടൈം ഡോട്ട് സ്ലീപ്പിനെ കട്ട് ചെയ്തിട്ട് ബാക്ക് കഴിഞ്ഞ് കൊടുത്തേ. ഞാൻ ഇങ്ങനെ കൊടുക്കാൻ പോണേ. ഓക്കെ, ആമസോണിലേക്ക് പോയി. ഇനി ഞങ്ങൾ ബാക്കിലോട്ട് പോകണ്ട അല്ലേ? അതെ, ഇനി ബാക്കിലേക്ക് പോണം. കഴിഞ്ഞില്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് എവിടേക്ക് പോകണം? നമുക്ക് തിരിച്ച് ഫ്രണ്ടിലേക്ക് പോണം. എങ്ങോട്ട് പോയി? ഡോട്ട് ഫോർവേഡ് അടിച്ചപ്പോ അഗൈൻ ആമസോണിലേക്ക് പോയി. ആമസോണിലേക്ക് പോയി. കിട്ടിയായിരുന്നോ ഇത്രയും? കിട്ടി മാം. ഇനി സുബിറ്റി ഡയാന കിട്ടിയായിരുന്നോ? ഇനി ഫോർവേഡ് കഴിഞ്ഞ് നമ്മൾ ഇനി പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഏതായിരുന്നു? റിഫ്രഷ്. ഓക്കെ മാം, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇപ്പം നമ്മള് ആമസോൺ URL എടുത്തിട്ട് ബാക്കിലോട്ട് അടിക്കുമ്പം ആ ടാബ് നമ്മൾ ഈ പുതിയ URL എടുക്കുന്നതിന് മുമ്പ് ആ ടാബിനകത്ത് ഏതായിരുന്നു ആ URLിലോട്ടാ പോകുന്നത്. അതെ, അതുകൊണ്ടാണ് ഒബ്സ്ക്യൂറയിലോട്ട് പോയിക്കുന്നത്. അതെ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നമ്മൾ ആമസോണിൽ തന്നെ കേറിയിട്ട് ഹോം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും നോക്കുമല്ലോ, ഏതെങ്കിലും പ്രോഡക്റ്റ് കാറ്റഗറിക്കകത്തെ. അപ്പം അതിലോട്ട് പോയി ഞാനൊരു എന്തെങ്കിലും ഒരു ടോയ് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് കമാൻഡാ കൊടുത്തേക്കുന്നെങ്കിൽ നേരെ അതിന് മുമ്പുള്ളതല്ലേ വരുള്ളൂ, അതോ ആ ടാബിൽ നിന്ന് ബാക്കിലോട്ടാണോ പോകുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ടാബിൽ നിന്നും ബാക്കിലേക്ക്, അതായത് അപ്പോഴും ഒബ്സ്ക്യൂറയിലോട്ടാണ് പോകുന്നത്. ഒബ്സ്ക്യൂറയിലേക്കാണ് പോകുന്നത്. കറക്റ്റ്. അല്ലാതെ മാം പേജ് വൈസ് അല്ല അല്ലേ ഇത് പോകുന്നേ? പേജ് വൈസ് അല്ല, അതായത് തൊട്ട് മുൻപ് എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്തത് അതിലേക്ക്. അപ്പൊ ആ ആക്ഷൻ അല്ലേ മാം ഹോം എന്നുള്ളത്? കാരണം ഞാൻ കാറ്റഗറി പോയി ടോയ്സിനകത്തോട്ട് പോയി. അപ്പൊ കാറ്റഗറി പോയി ടോയ്സിനകത്തോട്ട് പോയി. ഓക്കെ, ഞാനിപ്പം നമ്മള് ആമസോണിൽ പോയി, അതാണ് ഹോം പേജ്. ഓക്കെ, ദെൻ നമ്മള് കാറ്റഗറി പോയി അതിനകത്തുനിന്ന് ഞാനൊരു ടോയ് എടുത്തു, അത് ചൂസ് ചെയ്തു. എന്നിട്ട് ഞാന് self.browser.back എന്നുള്ളത് കമാൻഡ് കൊടുത്തു. അപ്പോ നമുക്ക് അതായത് ഇത് എങ്ങോട്ടാണ് പിന്നെ പോകുന്നത്? ഐ മീൻ ഹോം പേജിലോട്ടാണോ, അല്ലെങ്കിൽ ഞാൻ ആ കാറ്റഗറി എടുത്തതിനകത്തോട്ടാണോ, അതല്ല സെലേനിയ ഒബ്സ്ക്യൂറയ്ക്കകത്തോട്ടാണോ പോണേ? ഇത് പോകുന്നത് നമ്മൾ എവിടെ, ഇതിന്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ആക്ഷൻ എന്തായിരുന്നോ എന്ന് പറഞ്ഞേ? കാറ്റഗറി ആയിരിക്കും. മീൻസ് കാറ്റഗറിക്കകത്തുനിന്നാണ് ഞാൻ ടോയ്സ്, ഞാനങ്ങ് പറയുവാ, അത്രയും ആക്ഷൻ കഴിയുമ്പോഴാണല്ലോ നമുക്കൊരു. ഓക്കെ, അപ്പൊ ഞാൻ ലെറ്റ്സ് സേ ഇപ്പൊ കാറ്റഗറി എത്തി നിൽക്കുന്ന സമയത്തേക്കാണ് ഇത് വന്നതെങ്കിൽ കാറ്റഗറിക്ക് തൊട്ട് മുമ്പ് ഏത് സെക്ഷനിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്? ഹോം പേജിലായിരുന്നു. അപ്പൊ ഹോമിലേക്ക് തിരിച്ചു പോകും. അപ്പം സെലേനിയത്തിലോട്ടല്ല പോകുന്നത്. ഐ മീൻ സെലേനിയ അല്ലല്ലോ, ഒബ്സ്ക്യൂറയിലോട്ടല്ല പോകുന്നത്. ഇവിടെ ഒബ്സ്ക്യൂറയ്ക്ക് പോകാൻ കാരണം എന്താണ്? ഇവിടെ നമ്മുടെ ഹോം URL എന്ന് പറയുന്നത് ഒബ്സ്ക്യൂറി ആണ്. മനസ്സിലായോ? അതായത് നമ്മുടെ പ്രീവിയസ് ആക്ഷനിലോട്ടാണ് പോകുന്നത്. അതെ, പ്രീവിയസ് ആക്ഷൻ ഏത് ക്ലാസ്സിലായിരുന്നു, ഏത് പേജിലായിരുന്നു, ആ പേജിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തേടാ. ഡോട്ട് ഫോർവേഡ് കഴിഞ്ഞ് കൊടുത്തേ self.browser.refresh.
ഡോട്ട് റിഫ്രഷ്. സേവ് ചെയ്തേ. മാം ഒന്നും വന്നില്ലോ. വരും വരും വരും. സോറി. ടൈം ആമസോൺ വന്നു. ആമസോൺ വന്നു. ബാക്കിലേക്ക് പോയി. ബാക്കിലേക്ക് ഇപ്പൊ പോവും. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയി അവിടെ നിൽക്കും. റിഫ്രഷ് ചെയ്ത് മില്ലി സെക്കൻഡ്സിലേക്ക് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അഗെയിൻ ഫോർവേഡ് വന്നു. റിഫ്രഷ് ചെയ്തു. എനിക്കെല്ലാം വന്നു മാം. മനസ്സിലായോ? ഓക്കെ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാവിഗേഷൻ കമാൻഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഞാൻ 2 ടോപ്പിക്സ് ആണ്, ബ്രൗസർ കമാൻഡ്സും നാവിഗേഷൻ കമാൻഡ്സും. ഡൗട്ട്സ് ഉണ്ടോ? അത് ഈ ടൈമിന്റെ അവിടെ എറർ കാണിക്കുന്നു മാം. ഒന്ന് നോക്കാം. ഇമ്പോർട്ട് ചെയ്യടാ. ടൈമിനെ ഇമ്പോർട്ട് ചെയ്തേ. അൺസോൾവ്ഡ് ഫ്രഷ് ടൈം എന്ന് പറഞ്ഞിട്ടേ വന്നിട്ടുള്ളൂ. ഷെയർ ചെയ്യോ സ്ക്രീന്? പ്രിന്റ് സ്റ്റോപ്പ് ചെയ്തേ. ടൈം വന്നു തോന്നുന്നു. ടൈമിന് ഷെയർ. ടൈമിന്റെ അവിടെ കഴ്സർ വെച്ചേ. ഇമ്പോർട്ട് ദിസ് നെയിം. ഇതാണോ മാം? ടൈം കൊടുക്കും. ആദ്യത്തതേ എക്സിക്യൂട്ട് ചെയ്ത് നോക്കോളൂ. മാം അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോ. നമ്മുടെ ആ ബേസിക് സെലേനിയത്തിനകത്ത് ഈ സെലേനിയം ഡോട്ട് നമ്മുടെ ഈ URL കൊടുത്തേക്കുന്നോണ്ടല്ലേ അത് ഒബ്സ്ക്യൂറ വഴി പോണേ? അതെ. നമ്മളപ്പം നോർമലി ചെയ്യുമ്പം http://chrome.com google.com അടിച്ചു കഴിയുമ്പം അത് നോർമൽ പോകുന്നത് പോലെ പോകും അല്ലേ? അതെ അതെ. നോർമൽ പോകുന്നത് പോലെ അഗെയിൻ അപ്പോഴും ഇവിടെ ബാക്ക്വേർഡ് ആക്ഷൻ എന്താണോ അത് തന്നെ നടക്കും. ഇപ്പൊ ലെറ്റ്സ് സേ ആദ്യം google.com നിന്ന് amazon.com പോവാൻ പറഞ്ഞു. എന്നിട്ട് ബാക്ക് പറഞ്ഞു. ബാക്ക് പറയുമ്പോ തിരിച്ച് നമ്മളുടെ ക്രോമിന്റെ പ്ലെയിൻ ആയിട്ടുള്ള സൈറ്റിൽ വന്ന് നിൽക്കും. അവിടെ നിന്ന് ഫോർവേഡ് അടിച്ചാൽ ഏതിലേക്ക് പോകും? തിരിച്ച് നമ്മൾ ആമസോണിലേക്ക് പോകും. റിഫ്രഷ് അടിച്ചാൽ അവിടെ വെച്ച് റിഫ്രഷ് ആവും. ഓക്കെ, മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ. ഞാനീ പറഞ്ഞ 2 ടോപ്പിക്സ് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ. ഓക്കെ മാം. ബൈ ബൈ. ബൈ മാം. താങ്ക് യു. താങ്ക് യു മാം.